ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരിലെ വഴിപാടുകൾ അറിയാം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്ഥിരം കണ്ടുവരുന്ന മിക്ക വഴിപാടുകളും ഗുരുവായൂരിലും ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ പാൽപായസം, വെണ്ണ നിവേദ്യം, അഹസ്, നെയ്വിളക്ക്, ഭഗവതിക്ക് അഴൽ തുടങ്ങിയ വഴിപാടുകൾക്കാണ് പ്രാധാന്യം. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരം, സന്താന ഗോപാലം തുടങ്ങിയ വിവിധ മന്ത്രങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ, പാൽപായസം, നെയ്പായസം, അപ്പ, അട, വെണ്ണ, അവൽ, മലർ നിവേദ്യങ്ങൾ, ലക്ഷ്മി നാരായണ പൂജ, സത്യനാരായണ പൂജ, വിഷ്ണു പൂജ തുടങ്ങിയ വിവിധ തരം പൂജകൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം തുടങ്ങിയ ഹോമങ്ങൾ, നിത്യേനയുള്ള കളപ്പച്ചാർത്ത്, തുളസി, താമര തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ, നെയ്വിളക്ക്, എണ്ണവിളക്ക്, അങ്ങനെ പോകുന്നു പട്ടിക. എന്നാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉദയാസ്തമന പൂജയും കൃഷ്ണനാട്ടവുമാണ്. ഭഗവതിക്ക് അഴൽ എന്ന വഴിപാട് പ്രധാനമാണ്. ഭക്തരുടെ ദുഃഖങ്ങൾ ഭഗവതി അഗ്നിയായി ഏറ്റുവാങ്ങുന്നു എന്നാണ് ഈ വഴിപാടിന്റെ അർത്ഥം. കേരളത്തിലെ മിക്ക മഹാക്ഷേത്രങ്ങളിലും ഉദയാസ്തമന പൂജ പ്രധാന വഴിപാടാണ്. എന്നാൽ ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ വഴിപാട് നടത്തുന്നത് ഗുരുവായൂരാണ്. അതിനാൽ പല അവസരങ്ങളിലും ബുക്കിംഗ് ഇല്ലാതെ വന്നിട്ടുണ്ട്. 21 പൂജകളാണ് ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസം ഗുരുവായൂരിൽ ഉണ്ടാകാറുള്ളത്. ഇവയെല്ലാം നടത്തുന്നത് ഓദിക്കന്മാരാണ്. ഉദയാസ്തമന പൂജ ദിവസം നടയടയ്ക്കുമ്പോൾ രാത്രി ഏകദേശം 12 മണിയാകും. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ ഒന്നായ കൃഷ്ണനാട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. കോഴിക്കോട് സാമൂതിരിയായ മാനവേദൻ തമ്പുരാൻ രചിച്ച കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഉദ്ഭവിച്ചത്. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ 8 കഥകളായി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നു. അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം എന്നിവയാണ് കളികൾ. സ്വർഗാരോഹണം ബുക്ക് ചെയ്യുന്നവർ അവതാരം കൂടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഈ വഴിപാട് ചൊവ്വാഴ്ചകളിലും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും നടത്താറില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിവിശേഷമായ മറ്റൊരു വഴിപാടാണ് തുലാഭാരം. ക്ഷേത്രത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പതിവുള്ള വഴിപാടുകളാണ് ഇതെങ്കിലും ഗുരുവായൂർ ഈ ചടങ്ങിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ കൂടുതൽ തുലാഭാരം നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഒരു ദിവസം 100-നടുത്ത് തുലാഭാരങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാകാറുണ്ട്. തുലാഭാരത്തിനായി 2 പ്രത്യേക കൗണ്ടറുകൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ ഇരുവശങ്ങളിലുമായി കാണാം. കദളിപ്പഴം, പഞ്ചസാര, ശർക്കര, അരി, ഗോതമ്പ്, എള്ള്, കയർ തുടങ്ങി സ്വർണവും വെള്ളിയും വരെ നീളുന്നു തുലാഭാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നിര. കൂടാതെ നോട്ടുകെട്ടുകൾ കൊണ്ടും താമര കൊണ്ടുമെല്ലാം തുലാഭാരം നേരുന്നവരുണ്ട്. വഴിപാടുകാരന്റെ അല്ലെങ്കിൽ വഴിപാടുകാരിയുടെ തൂക്കത്തിന് തതുല്യമായ രീതിയിൽ തുലാഭാര ദ്രവ്യം വെക്കുന്നതാണ് ഈ വഴിപാടിന്റെ രീതി. ഭഗവാന് തന്നെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി നടത്തുന്നതാണ് ഈ തുലാഭാരം ചടങ്ങ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് നടയടയ്ക്കുന്നത് വരെയും വൈകിട്ട് 5 മുതൽ രാത്രി നടയടയ്ക്കുന്നത് വരെയും തുലാഭാരം നടന്നുകൊണ്ടിരിക്കും. അഹിന്ദുക്കൾക്കായി ക്ഷേത്രത്തിന് പുറത്തു വെച്ചും തുലാഭാരം നടത്താറുണ്ട്. ഗുരുവായൂരപ്പന്റെ മറ്റൊരു പ്രധാന വഴിപാടാണ് അഹസ് പൂജ. ഒരു ദിവസം മുഴുവൻ നടത്തുന്ന പൂജയ്ക്ക് അഹസ് എന്നാണ് പറയാറ്. ഉദയാസ്തമന പൂജ പ്രസിദ്ധി നേടുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന വഴിപാടുകളിൽ ഒന്നുകൂടിയാണ് അഹസ് പൂജ. ഉദയാസ്തമന പൂജ പോലെ തന്നെ ഇതും ഭഗവാന് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതും നേരുന്നവർ പൂജാ ദിവസം മുഴുവൻ ഗുരുവായൂരിൽ തന്നെ ചെലവഴിക്കേണ്ടതുമാണ്. ഇതിനോടനുബന്ധിച്ച് നിരവധി പ്രസാദങ്ങൾ ഭക്തർക്ക് ലഭിക്കാറുണ്ട്. വഴിപാട് രീതിയിൽ അവയുടെ വിശദ വിവരങ്ങളും ഉണ്ടാകും. ഭക്തർ അവ അതാത് കൗണ്ടറിൽ നിന്ന് യഥാസമയം സ്വീകരിക്കേണ്ടതാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് ഭജനയിരിക്കൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനയിരിക്കുന്നവർ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുമെന്നാണ് വിശ്വാസം. സർവപാപനാശവും ദുരിത നിവാരണവും മഹാപുണ്യവുമാണ് ഭജനയിരിക്കുന്നതിന്റെ ഫലപ്രാപ്തി എന്ന ഐതിഹ്യം. ഗുരുഭവനപുരിയിൽ ഒരു ദിവസം മുതൽ 1 വർഷം വരെ ഭജനയിരിക്കുന്നവരുണ്ട്. പുലർച്ചെ 2 മണിക്കാണ് ഭജന പാർക്കലിന് തുടക്കം. ഈശ്വര ധ്യാനത്തോടെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് നിർമ്മാല്യ ദർശനം നടത്തി ഭഗവത് നാമ മന്ത്ര കീർത്തനാലാപങ്ങൾ ഉരുവിട്ട് കഴിയുന്നത്ര ക്ഷേത്ര പ്രദർശനം ചെയ്ത് അവിടെ തന്നെ കഴിച്ചുകൂട്ടണം. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പഴം, പായസം, ചോറ് എന്നിവ മാത്രമേ ഭക്ഷിക്കാവൂ. വൈകുന്നേരം നട തുറക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തണം. തൃപ്പുക കഴിഞ്ഞ് കൊടിമര ചുവട്ടിൽ സർവ്വപാപങ്ങളും ക്ഷമിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദണ്ഡ നമസ്കാരം നടത്തണം.
വചനമേരിക്കുന്ന ദിവസം കൃഷ്ണനാട്ടം കൂടി കാണുന്നത് മഹാപുണ്യമാണ്. നിർമ്മാല്യ ദർശനം നടത്തിയാൽ സർവ്വപാപങ്ങളും നശിച്ചു പോകുമെന്നും തൃപ്പക സമയത്ത് ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി കൈവരുമെന്നും വിശ്വാസമുണ്ട്. അഴൽ എന്ന പേരുള്ള പ്രത്യേകത കലർന്ന ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമായ ഭഗവതിക്ക് പ്രാധാന്യമുള്ളത്. കേരളത്തിൽ ഈ വഴിപാടുള്ള ഏക ക്ഷേത്രം ഗുരുവായൂരാണ്. അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. കടുത്ത ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നടത്തുന്ന വഴിപാടാണിത്. രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം ഇടത്തേരിക്കകത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണിത്. പച്ചരി, വെള്ളരി, ശർക്കര, നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റി വെച്ച് വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഭക്തരുടെ അഴലുകൾ, അതായത് ദുഃഖങ്ങൾ, ഭഗവതി തീയായി ദഹിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. ഭഗവതിക്ക് പാകം ചെയ്ത് നിവേദ്യം നൽകാറില്ല. വർഷത്തിലൊരിക്കൽ ഗുരുവായൂരപ്പനൊപ്പം പൂജ കൊള്ളുമ്പോൾ മാത്രമേ പാചകം ചെയ്ത നിവേദ്യമുള്ളൂ. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മറ്റു വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.